നമസ്കാരം. കേരള PSC ക്യാപ്സ്യൂളിലെ പുതിയൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ 6/3/2021 PSC നടത്തിയ പ്രിലിമിനറി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? ഓപ്ഷൻ സി ആണ് 30 ഡിഗ്രി. ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയാണ്? ഓപ്ഷൻ സി ആണ് 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര? ഓപ്ഷൻ ബി ആരവല്ലി. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തുള്ള മലനിര? ഓപ്ഷൻ ഡി പൂർവഘട്ടം. പടിഞ്ഞാറേ ഭാഗത്തുള്ള മലനിരയാണ് പശ്ചിമഘട്ടം. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി? ഓപ്ഷൻ സി ആണ് മഹാനദി. മഹാനദി ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഓപ്ഷൻ ഡി ആണ് ഗാർഗി ആനന്ദൻ. 2021 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗായകൻ? ഓപ്ഷൻ സി ആണ് വീരമണി രാജു. 2019 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ എ ആണ് എൻ പ്രഭാകരൻ. അദ്ദേഹത്തിന്റെ മായാമനുഷ്യൻ എന്ന കൃതിക്കാണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. 2020 പ്രകാശനം ചെയ്ത നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം ആരുടേതാണ്? ഓപ്ഷൻ ഡി ജസ്റ്റിസ് ഫാത്തിമ ബീവി. സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജിയാണ് ഫാത്തിമ ബീവി. 1989 അദ്ദേഹം അധികാരത്തിൽ വന്നത്. 2020 യുനെസ്കോ ചെയർ പാർട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത്? ഓപ്ഷൻ ബി പെരിയാരം. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിലെ ഗ്രാമപഞ്ചായത്താണ് പെരിയാരം. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി? ഓപ്ഷൻ എ ചിനാബ്. ഇന്ത്യയിലെ ശൈത്യകാലം ഏത്? ഓപ്ഷൻ എ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം ഏത്? ഓപ്ഷൻ എ എക്കൽ മണ്ണ്. കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? ഓപ്ഷൻ എ കടുവ. വേടന്തങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ ബി തമിഴ്നാട്. 2020 ഫെബ്രുവരിയിൽ ആദ്യമായി ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം? ഓപ്ഷൻ ബി ത്രിപുരയാണ്. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ നേടിയത് ആര്? ഓപ്ഷൻ ഡി ശശി തരൂർ. അദ്ദേഹത്തിന്റെ ആൻ ഇറ ഓഫ് ഡാർക്ക്നെസ് എന്ന പുസ്തകത്തിനാണ് ഈ അവാർഡ് ലഭിച്ചത്. നിയമസഭാ സമിതി ഒഴിവാക്കാൻ തീരുമാനിച്ചത് ഏത് സംസ്ഥാന സർക്കാരാണ്? ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ്. 2020 മാർച്ചിൽ മധ്യപ്രദേശിലെ ഭരണമാറ്റത്തിൽ മുഖ്യമന്ത്രിയായി നിയമിതനായത് ആര്? ഓപ്ഷൻ ഡി ആണ്
ശിവരാജ് സിംഗ് ചൗഹാൻ. US കോർട്ട് ഓഫ് അപ്പീൽസ് ചീഫ് ജഡ്ജിയായി നിയമിതനായ ആദ്യ ഇന്ത്യൻ വംശജൻ. ഓപ്ഷൻ ബി ശ്രീനിവാസൻ. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ആര്? ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം? ഓപ്ഷൻ ഡി 1917. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിച്ചത്? ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആയിരുന്നത്? ഓപ്ഷൻ ഡി ഗ്യാനി സെയിൽ സിംഗ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ? ഓപ്ഷൻ ബി പ്രധാനമന്ത്രി. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? ഓപ്ഷൻ സി ജയന്തി പട്നായിക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും മെമ്പർമാരുടെയും കാലാവധി? ഓപ്ഷൻ എ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത്? ഓപ്ഷൻ എ പ്രസിഡന്റിന്. സർദാർ പട്ടേൽ ഭവൻ ഏതു സ്ഥാപനത്തിന്റെ ആസ്ഥാനമായിരുന്നു? ഓപ്ഷൻ എ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി? ഓപ്ഷൻ സി അൽഫോൺസ ഡി അൽബുക്കർക്ക്. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി? ഓപ്ഷൻ സി ബഹദൂർ ഷാ രണ്ടാമൻ. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? ഓപ്ഷൻ ഡി വാറൻ ഹേസ്റ്റിംഗ്. ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെട്ടത്? ഓപ്ഷൻ ഡി രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെ? ഓപ്ഷൻ സി കൽക്കട്ട. മൗലിക അവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത്? ഓപ്ഷൻ സി അടിയന്തരാവസ്ഥ കാലത്ത്. ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം? ഓപ്ഷൻ സി സ്വത്തവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഐത്ത് നിർമാർജനം. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം? ഓപ്ഷൻ എ 19-ാം അനുച്ഛേദം. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന പദവി? ഓപ്ഷൻ സി രാഷ്ട്രപതി. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം? ഓപ്ഷൻ ഡി കയർ. കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു?
ഓപ്ഷൻ ഡി കൊച്ചി. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ്? ഓപ്ഷൻ സി തൂതപ്പുഴ. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല? ഓപ്ഷൻ ബി പത്തനംതിട്ട. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? ഓപ്ഷൻ ഡി ഫറോക്ക് പാലക്കാട്. സാരഞ്ജനി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവ്? ഓപ്ഷൻ ബി അയ്യത്താൻ ഗോപാലൻ. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി തിരുവനന്തപുരം. പഴശ്ശി കലാപം പ്രമേയമാക്കി കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത്? ഓപ്ഷൻ എ MT വാസുദേവൻ നായർ. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ? ഓപ്ഷൻ സി കുറിച്യർ, കുറുമ്പർ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏതാണ്? ഓപ്ഷൻ ബി മലയാളി മെമ്മോറിയൽ. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം ഡാഷ് കിലോമീറ്റർ ആണ്? ഓപ്ഷൻ സി 560 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക്? ഓപ്ഷൻ സി ഏറനാട്. കേരളത്തിലെ ചിറാപൂഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം? ഓപ്ഷൻ ഡി ലക്കിടി, വയനാട്. കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ്? ഓപ്ഷൻ ഡി എക്കൽ മണ്ണ്. നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ ഡി തിരുവനന്തപുരം. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ? ഓപ്ഷൻ സി AK ഗോപാലൻ. സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത്? ഓപ്ഷൻ ഡി അയ്യങ്കാളി. ദേശസേവിക സംഘം സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ സി അക്കമ്മ ചെറിയാൻ. അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ഓപ്ഷൻ സി ആഗമാനന്ദ സ്വാമി. തുവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ എ വൈകുണ്ഠസ്വാമി. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി? ഓപ്ഷൻ എ അനുയാത്ര. ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത്? ഓപ്ഷൻ സി നൈട്രജൻ. കാരറ്റിൽ ധാരാളമായിട്ടുള്ള ബീറ്റ കരോട്ടിൻ എവിടെ വെച്ചാണ് വിറ്റാമിൻ A ആയി മാറുന്നത്? ഓപ്ഷൻ ബി കരൾ. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം? ഓപ്ഷൻ സി ജീവകം D. ലോക ഹീമോഫീലിയ ദിനം? ഓപ്ഷൻ എ ഏപ്രിൽ 17.
സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് ഓപ്ഷൻ സി സെറിബെല്ലം. മനുഷ്യരുടെ വായിലെ ഉള്ളിപ്പല്ലുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 8. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരം? ഓപ്ഷൻ സി പ്ലൂറ. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം? ഓപ്ഷൻ ബി സെറിബ്രം. കാൽമുട്ടിലെ അസ്ഥിയുടെ പേര്? ഓപ്ഷൻ ബി പാറ്റല്ല. 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം? ഓപ്ഷൻ ബി ഓക്സിജൻ. ന്യൂക്ലിയസിനെ ചുറ്റിക്കറങ്ങുന്ന കണിക? ഓപ്ഷൻ സി ഇലക്ട്രോൺ. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം? ഓപ്ഷൻ ഡി സോഡിയം ഹൈഡ്രോക്സൈഡ്. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത്? ഓപ്ഷൻ ബി ഹൈഡ്രജൻ. ഇരുമ്പിന്റെ ധാതുവാണ്? ഓപ്ഷൻ സി ഹെമറ്റൈറ്റ്. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ്? ഓപ്ഷൻ ഡി പ്ലാസ്മാവസ്ഥ. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ 2 ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ? ഓപ്ഷൻ ബി ഐൻസ്റ്റീൻ. സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനില? ഓപ്ഷൻ എ 5500 ഡിഗ്രി സെൽഷ്യസ്. ന്യൂട്ടൺ എന്നത് എന്നളക്കാനുള്ള ഏകകമാണ്? ഓപ്ഷൻ ഡി ബലം. ഒരു വാച്ചിലെ സെക്കൻഡ് സൂചിയുടെ ചലനം? ഓപ്ഷൻ എ സമചലനം. ഓക്കെ ഫ്രണ്ട്സ്, ഇതിന്റെ ബാക്കി ഭാഗം വരുന്ന ഒരു മാത്സ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സോൾവ് ചെയ്യാം. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.